മുരളി ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മതപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഒരുപാട് കമൻറ്റുകൾ വന്ന് അഭിപ്രായങ്ങൾ വന്ന് അതിനകത്തൊരു സഹോദരി ഒരു പ്രസക്തമായ ചോദ്യമാണ്, ബൈബിളിനകത്ത് ഉണ്ടെങ്കിൽ അത് ഖുറാൻ കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം. പിന്നെ കുറേ സുഹൃത്തുക്കൾ ചോദിച്ചതെന്ന് വെച്ചാൽ പിന്നെ എന്താണ് യഹോവയാണ് ദൈവം, അല്ലാതെ തീവ്രവാദികളുടെ അള്ളാഹു അല്ല. അങ്ങനെയും പറഞ്ഞു. ഓക്കെ, അതെല്ലാം ശരിയല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് ലഘുവായിട്ടൊന്ന് സംസാരിക്കാം. ആദ്യം തന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടേ പോകുന്നുള്ളൂ. അതുപോലെ ഞാനൊരു ഉസ്താദോ ഒന്നും അല്ല. ശരിക്കും ഞാൻ അക്യുപഞ്ചറിസ്റ്റ് ആണ്. പിന്നെ കുറെ വായിക്കും, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത്. പഞ്ചറുമായിട്ടാണ് ഇറങ്ങിയത്. ഓക്കെ, അപ്പം ഈസാ നബി, അതായത് യേശു എന്ന് നിങ്ങൾ പറയുന്നു, ഈസാ നബി ഞങ്ങൾ പറയുന്നു. ഓരോ പോയിന്റുകൾ ഞാൻ പറയാം, പിന്നെ അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈസാ നബി ദൈവപുത്രനാണെന്നുള്ള വാദം ആദ്യം കൊണ്ടുവന്നത് സെന്റ് പോളാണ്, പൗലോസ്. അപ്പൊ സെന്റ് പോളാണ് കൊണ്ടുവന്നത് ദൈവപുത്രനാണെന്നുള്ള വാദം. അത് പിന്നെ ബൈബിളിനകത്ത് പലരുടെ അഭിപ്രായങ്ങളാണ് എഴുതി, അത് വിശദീകരിക്കാം. പിന്നെ അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദമിന്റെ സന്താനങ്ങൾ ജന്മനാ പാപികളാണെന്ന് ഇവിടെ ബൈബിളിന്റെ വൈരുദ്ധ്യം ഒന്നാണ്. ജന്മനാ പാപികളാണ് ആദം സന്തതികൾ എന്നുള്ളത്. അപ്പൊ ഇത് മറ്റൊരു വീക്ഷണമാണ്. അതിനെക്കുറിച്ചൊരു തെളിവ് പറയാനില്ല. പക്ഷെ അതിനെന്താണ് വൈരുദ്ധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ഒരു കുഞ്ഞിനെ വിളിക്കുന്നു. ആ കുഞ്ഞിനെ വിളിച്ചിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നതാ, നിങ്ങൾ സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല. പ്രാപിക്കണമെങ്കിൽ ഈ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കയായിരിക്കണം. ഈ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കയായ മനസ്സുമായിട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ ഒന്നാമത്തെ വൈരുദ്ധ്യം അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ? യേശു പറഞ്ഞത് ജന്മനാ പാപികളല്ല. അങ്ങനെ ഒരു സംഭവം യേശുവിനെ അറിയില്ല, ദൈവം അറിയിച്ചില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കുഞ്ഞിനെ പോലെ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രായപൂർത്തി, പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നു? പ്രായപൂർത്തി എത്തുന്നിടം വരെ കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മരിച്ചാലും അവർ സ്വർഗത്തിലാന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രായപൂർത്തി എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ഇത് സർക്കാർ പറഞ്ഞ 21 18 അല്ല. ശാരീരിക മാറ്റങ്ങളാണാലും പെണ്ണാലും സംഭവിക്കുമ്പോൾ പ്രായപൂർത്തി എത്തി. ഇതിന് മുമ്പ് ഇവർ മരിച്ചാൽ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞ കുഞ്ഞിനെ പോലുള്ള കാര്യം തന്നെ ഇവിടെയും തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒന്നാമത്തെ തെളിവ് മനസ്സിലാക്കാം. പിന്നെ അടുത്തതായിട്ട് എന്താ, യേശുവിനേക്കാൾ അത്ഭുതമായിട്ടാണ് ആര് ജനിച്ചത്? ആദം നബി. ഇവിടെ യേശുവിന് മാതാവ് ജനിച്ചു, പിതാവില്ല. ശരി, അത് ദൈവത്തിന്റെ ഒരു ഹിതമാണ്. ദൈവം എന്തും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. അത് വേറെ വിഷയമായിട്ട് പോവാം, ഉണ്ടാകും. അപ്പം ആദം നബി ജനിച്ചത് മാതാവും ഇല്ല പിതാവും ഇല്ല. പിതാവും മാതാവില്ല ആദം നബി ജനിച്ചത്. അപ്പൊ പിന്നെ നമ്മൾ മുന്നിൽ നോക്കുമ്പോഴത്തേക്ക് ആരാണ് മുമ്പിൽ നിൽക്കേണ്ടത്? ആദം നബി അല്ലേ? കാര്യം രണ്ടുപേരും ഇല്ല മരിച്ചില്ല. അപ്പൊ ഏത് പേര് കൊടുത്താണ് വിളിക്കേണ്ടത്? ഇനി യേശുവിനേക്കാൾ അത്ഭുതമാണ് ആദമിന്റെ ജന്മം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഈസാ നബിയുടെ കാര്യം എടുത്തു നോക്കും. ഈ ഈസാ നബി യേശുവിന്റെ കാലം മുതൽ തന്നെ ഇസ്രായേലിയര് രണ്ടായിട്ട് പിന്നെ മൂസാ നബി, ആ മൂസാ നബിയുടെ കാലത്ത് തന്നെ, മൂസാ നബിക്ക് ശേഷമാണ് യേശുവിന്റെ പ്രബോധനത്തിന് യേശുവിനെ ദൈവം ദാസനായിട്ട് നിയോഗിച്ചപ്പം തന്നെ എന്തായി? രണ്ടായിട്ട് തിരിഞ്ഞു. കാരണം ഒരു കാരണവശാലും ഇസ്രായേലിയര് ക്രൈസ്തവരെ അംഗീകരിക്കില്ല, യേശുവിനെ അംഗീകരിക്കില്ല. പിഴച്ച സന്തതി എന്നും പറഞ്ഞ് അദ്ദേഹത്തെ എന്ത് ചെയ്തു? കുരിശിൽ കയറ്റാനായിട്ട് തന്നെ അവർ തീരുമാനിച്ചു. അത് കയറ്റിയിട്ടില്ല, അത് വേറൊരു വിഷയമായിട്ട് സംസാരിക്കാം. അപ്പം അന്ന് തന്നെ എന്തായി? ഇത് അടിച്ചു പിരിഞ്ഞ് രണ്ടൂന്നായിട്ട് മാറി. പിന്നെ ഇസ്രായേല് അതിൽ നിന്ന ഒരു വിഭാഗം, അതുപോലെ തന്നെ ക്രിസ്തീയത്തിലേക്ക് വന്ന ഒരു ഭാഗം. പിന്നെ വേറെ അഭിപ്രായങ്ങളെന്നുള്ളത് അതിൽ തന്നെ നേതാക്കളൊക്കെ രണ്ടു മൂന്നുമായിട്ട് മാറി. പിന്നെ അടുത്ത ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, യേശു ദൈവമാണ്. അദ്ദേഹം ഭൂമിയിലേക്ക് വന്ന് കുറച്ചു നാൾ ജീവിച്ചു പോയി. യേശു ദൈവം തന്നെയാണ്. ഭൂമിയിലേക്ക് വന്ന് കുറച്ചു നാൾ ജീവിച്ചിട്ട് മടങ്ങി എന്ന് യാക്കോബിയൻ വിഭാഗം പറയുന്നു. പോയിന്റ് ചെയ്യണം, യാക്കോബിയൻ വിഭാഗമാണ് പറഞ്ഞത്. ദൈവം തന്നെ യേശു വന്ന് കുറെ നാൾ ജീവിച്ചിട്ട് പോയി. ഇനി യേശു ദൈവപുത്രനായിരുന്നു, കുറച്ചു കാലം ഭൂമിയിലേക്ക് അയച്ച് പിന്നീട് തിരിച്ചു വിളിച്ചു. അപ്പം പിതാവ് ആരാണ്? യഹോവയാണ്. അപ്പൊ ഇത് പുത്രനാണ് കുറെ നാൾ ഇങ്ങോട്ട് അയച്ചു, എന്നിട്ട് തിരിച്ചു വിളിച്ചു. ഇതെന്താണ്? നത്തൂര്യൻ വിഭാഗമാണ് ഇത് പറയുന്നത്. നത്തൂര്യൻ വിഭാഗം. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? യേശു ദൈവത്തിന്റെ സൃഷ്ടിയായ അടിയാനാണ്. യേശു ദൈവത്തിന്റെ സൃഷ്ടിയായ അടിയാനാണ്. അപ്പം അത് ആരാ പറഞ്ഞത്? കുസ്തീനിയൻ. അപ്പം ഇത് പറഞ്ഞത് കുസ്തീനിയൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിഭാഗം അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. ഏറെക്കുറെയൊക്കെ അത് ശരിയായി വരുന്നുണ്ട്. എങ്കിൽ അദ്ദേഹം അതിനകത്ത് എങ്ങനെയാണ് ആരാധനാ കാര്യങ്ങൾ ഇതൊന്നും അറിയില്ല. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം വിളിച്ചു. പിന്നെ അടുത്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവും പുത്രനും മാതാവും പുത്രനും
ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു വിഭാഗം വേറെ വന്നു. അതാണ് ദൈവവും യേശുവും മറിയവുമാണ് ദൈവസങ്കല്പത്തിന്റെ മറ്റൊരു രൂപമെന്ന് വേറെ കുറെ പേര് വിശ്വസിച്ചു. ഇനി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ദൈവസങ്കല്പത്തിന്റെ ഈ ത്രിഭൂത സങ്കല്പം. അപ്പം ത്രിഭൂത സങ്കല്പത്തിന്റെ ഒരു മാനദണ്ഡമാണ് ഇന്ന് ക്രൈസ്തവർ ആചരിച്ചുകൊണ്ട് വരുന്നത്, മൂന്നും എന്നുള്ള രീതി, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഈ എന്താണ് പെന്തിക്കോസ് എന്ന് പറഞ്ഞ ഒരു സഭയുണ്ട്. അവര് വിശ്വസിക്കുന്ന എന്താണ്, കുരിശുമരണമെന്ന് കുരിശൊന്നും അവര് വിശ്വസിക്കുന്നില്ല. അവര് കുരിശ് വരയ്ക്കത്തുമില്ല. അവര് യഹോവയെ മാത്രം ആരാധിക്കുന്നു, യഹോവയോട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഇന്ന് നിലനിൽക്കുന്നു. അപ്പൊ ഇനി ഏതാണ് ദൈവവിശ്വാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതിനേക്കാളും കൂടുതൽ ഏതാണ് ദൈവം എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് ആരാണ് പഠിപ്പിക്കേണ്ടത്? അത് ദൈവം തന്നെ പഠിപ്പിക്കേണ്ടത്. ഞാനാണ് ദൈവം എന്ന് പഠിപ്പിക്കണം, എന്താണ് ആരാധന എന്ന് പഠിപ്പിക്കണം, എങ്ങനെയാണ് ദൈവത്തോട് ഇടപെടേണ്ടതെന്ന് പഠിപ്പിക്കണം, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ നമ്മൾ ഭയക്കണം, സ്നേഹിക്കണം എന്നെല്ലാം പഠിപ്പിക്കേണ്ട ദൈവം തന്നെയാണ്. അപ്പൊ ബൈബിളിനകത്ത് ഇറങ്ങിയ കാലത്തുള്ള വചനങ്ങളൊന്നും ഇല്ല, അതിന്റെ ഒറിജിനാലിറ്റി ഇല്ല, തോറയ്ക്കകത്തില്ല. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ കൊടുത്തെങ്കിൽ അതൊന്നും ഇല്ല. ആ പ്രവർത്തനങ്ങള്, ആ പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അടുത്ത ആൾ വരേണ്ടി വന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞ ഒരു പഞ്ചായത്തിലേക്ക്, ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് വന്ന പ്രവാചകന്മാരായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കുമ്പം സഹോദരി ഏതാണ് ആചരിക്കുക? അപ്പൊ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുക? അപ്പം ശരിക്കും ക്രിസ്ത്യസഭയാവട്ടെ, ഈ യൂതരാവട്ടെ, യൂതരെ കുറിച്ച് ഭയങ്കരമായിട്ടാണ് പറഞ്ഞത്. അവർ ദൈവ നിഷേധികളും അഹങ്കാരികളും, ഒരുപാട് പലസ്തീൻ എന്ന് വെച്ചാൽ ഒരുപാട് പ്രവാചകന്മാര് ജീവിച്ചു പോയ മണ്ണ്, അഹങ്കാരികളാണ് പ്രവാചകന്മാർ. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് ഈ ഇസ്രായേലി സമുദായം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇനി ഖുർആൻ കൊണ്ട് തെളിയിക്കുക എന്നുള്ളത്, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പം അപ്പൊ ഈ ഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യന്റെ കൈ കിടത്തില്ല. ബൈബിള് പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവവഹിതമൊന്നും അതിനകത്ത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ ഉള്ളൂ. കർത്താവെ കർത്താവെ എന്നെ വിളിക്കുന്ന ഒരു സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല. അത് എന്നെ നിയോഗിച്ച് എൻ്റെ ദൈവമായ ഏകദൈവത്തെ നിങ്ങൾ വിളിപ്പിൻ, എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്ത് എത്തുകയുള്ളൂ. അവൻ എന്നെ നിയോഗിച്ചത് നന്മയിലേക്ക് വഴി നടപ്പാനാണ്. ഇതൊക്കെ പറഞ്ഞു. അപ്പൊ യേശുവിനെ അനുസരിക്കണം എന്നുള്ളത് ആ കാലത്ത് വേണ്ടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ യേശുവിന് ശേഷം വീണ്ടും ഈ പറഞ്ഞ രീതിയിലൊക്കെ വിഭാഗങ്ങളായി മാറി. മനുഷ്യർ പല വഴിക്കായി എന്ത് ആരാധിക്കണമെന്ന് ആർക്കും പിടുത്തമില്ലാത്ത രീതിയിലായി. അങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് മുഹമ്മദ് നബിയെ നിയോഗിക്കുന്നത്. അപ്പൊ ഈ ദൈവം തിരഞ്ഞെടുക്കുന്ന ദൈവത്തിന് അനുയോജ്യമായിട്ടുള്ള നിഷ്കളങ്കരായ ഏറ്റവും പ്രധാനപ്രദമായിട്ടുള്ള മനുഷ്യരാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അത് ചിലപ്പോൾ അറബികളാവാം, ക്രിസ്ത്യാനികളാവാം, അങ്ങനെ പലയിടത്തുനിന്നുമാണ് ദൈവം എടുത്തുകൊണ്ട് വന്നത്. അവസാനമായിട്ട് വന്നത് ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളിൽ വന്ന ഇസ്മായിൽ നബിയിൽ നിന്ന് വന്ന ആ മുഹമ്മദ് നബിയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ട് ആ ഖുർആന്റെ സംരക്ഷണവും ദൈവം തന്നെ ഏറ്റെടുത്തു. ഈ മതപരമായിട്ടുള്ള ഈ മതത്തെയും ദൈവം തന്നെ നിലനിർത്തുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശക്തമായിട്ട്. കാരണം എന്താ, ആരെയും കൈകടത്തിൽ വന്നിട്ടില്ല. ബൈബിള് നോക്ക്, മാർക്കോസ്, പൗലോസ്, പത്രോസും യാക്കോബിന്റെ ഒക്കെ സുവിശേഷങ്ങളാണ്. അപ്പം ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോ ഈ ദൈവപുത്രനാണെന്ന് പറഞ്ഞ പൗലോസ് തന്നെ ആദ്യത്തെ അപ്പോസ്തലന്മാരിൽ പെട്ടവരല്ല, അതിന് ശേഷം വന്നവരിൽ പെട്ടവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ മൊത്തത്തിലും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞവിടെ, സുവിശേഷകരുടെ അഭിപ്രായങ്ങളാണ് അപ്പോസ്തലന്മാരുടെ. അല്ല, ദൈവത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ ചുരുക്കമാണ്, അത് സത്യവുമാണ്. ദൈവം പറഞ്ഞത് ദൈവത്തെ മാത്രം ആരാധിക്കുക, ഭൂമിയുടെ മേളിലും ആകാശത്തിന് താഴെയും ഏകനായ ദൈവമല്ലാതെ, ഏകദൈവം അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് പറയും. ഇത് തന്നെയാണ് ഖുർആനും പറയുന്നത്. അപ്പൊ അവസാനമായിട്ട് ഖുർആൻ പറഞ്ഞ് ഖാത്തമുൽ അംബിയ ആണ് മുഹമ്മദ് നബി എന്ന് വെച്ചാൽ അവസാനത്തെ പ്രവാചകനാണ്. ഇനി ഒരു പ്രവാചകൻ നിങ്ങൾക്ക് ഇനി ലോകാവസാനം വരെ വരാനില്ല. അതുപോലെ തന്നെ ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞത് അവസാനത്തെ ഗ്രന്ഥമാണ് ഖുർആൻ. ഇതിനെക്കുറിച്ച് ഇനി വേറൊരു ഗ്രന്ഥവും നിങ്ങൾക്ക് വരാനില്ല എന്ന് പറഞ്ഞ് അന്ത്യനാളിന്റെ ലോകാവസാനത്തിന്റെ അടയാളത്തെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസത്തിന്റെ സുബഹി പ്രഭാതം തൊട്ടുള്ള സായാഹ്നം വരെ, അതായത് അസർ 4 മണി വരെയുള്ള അതിനസർ എന്ന് പറയുന്നത്, ഇതേവരെയുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ആ 4 മണി അസർ തൊട്ട് മഗ്രിബ് വരെ, ആ 6 മണി വരെയുള്ള ഒരു കുറച്ച് സമയം ബാക്കിയുള്ളു. അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റേണ്ടതിന് എല്ലാത്തിനെയും തള്ളണം. അതിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം ദൈവം ആദ്യകാലത്ത് ഇറക്കിയതാണ്. പ്രവാചകന്മാരെ എല്ലാം അംഗീകരിച്ച് സ്നേഹിച്ച്, ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കും, ഞങ്ങൾ അദ്ദേഹത്തിന് പുറത്ത് പ്രാർത്ഥന നടത്തും. എല്ലാ പ്രവാചകന്മാരെയും സ്നേഹിച്ചുകൊണ്ട് എന്ത് വേണം, നിങ്ങൾ ഈ ഗ്രന്ഥത്തിലേക്ക് മടങ്ങണം.
ഒരു പ്രവാചകനും വന്ന് പൂർണ്ണമായിട്ടുള്ള സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. യേശു വിവാഹ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് കന്യാസ്ത്രീകളൊക്കെ ഒരുപാടുണ്ടല്ലേ, അച്ഛന്മാരും ഒക്കെ. എന്താണ് അതും ഖുർആൻ പറഞ്ഞെന്ന് വെച്ചാൽ നാം അവരോട് കൽപ്പിച്ചിട്ടില്ല. ബ്രഹ്മചര്യത്തെക്കുറിച്ച് നാം അവരോട് കൽപ്പിച്ചിട്ടില്ല. അവരെ സ്വന്തം ഇച്ഛയ്ക്കൊത്താണ് അത് ചെയ്യുന്നത്. പക്ഷെ അവർക്കതിൽ നീതി പുലർത്താൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കൃത്യമായിട്ടുള്ള ലോകത്തിൽ A to Z വരെയുള്ള എല്ലാത്തിനെ കുറിച്ചുള്ള സംസ്കാരങ്ങളും വിശദീകരണങ്ങളും വിവരങ്ങളും പരിശുദ്ധ ഖുർആനിൽ നൽകിയിട്ടുണ്ട്. ഒരേ പ്രവാചകന്മാർക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളും കുറച്ച് ആൾക്കാർക്കുമാണ്. പിന്നെ ഇതിനോട് സൂചിപ്പിക്കാനുള്ളത്, ഒരിക്കലും യേശുവിനെ കുരിശിൽ തറച്ചിട്ടില്ല. ദൈവം പറഞ്ഞ് നമ്മുടെ ദാസനെ അവർ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ദൈവത്തോട് അവസാന ഘട്ടത്തിൽ പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ രോമകൂപങ്ങളിൽ നിന്ന് രക്തം പൊടിഞ്ഞു. അദ്ദേഹത്തെ നാം ജീവനോടുകൂടി നമ്മിലേക്ക് ഉയർത്തി. അദ്ദേഹം പറഞ്ഞു, ദൈവമേ കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് ഈ പാനപാത്രം നീ ഉയർത്തണമേ. എന്നാൽ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. ഇനി ഈ ജനങ്ങളെ താകുമതല്ല എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി. അത് മറ്റൊരു വിഷയമാണ്. അപ്പം ഇവിടെ സഹോദരിക്ക് മനസ്സിലാക്കേണ്ട ഒന്നാണ്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്തെ, യഹോവ ചോദ്യം ചോദിച്ച സുഹൃത്തെ, മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ യഹോവയെ ആരാധിക്കുന്നത്. ഏകദൈവം യഹോവയാണെങ്കിൽ ആ യഹോവയെ ആരാധിക്കുന്ന മുസ്ലിങ്ങളാണ്. പിന്നെ ദൈവം ഏകദൈവമാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന മുസ്ലിങ്ങളാണ്. ഗോഡ് ഏകദൈവമാണെങ്കിൽ ആ ഗോഡിനെ ആരാധിക്കുന്ന മുസ്ലിങ്ങളാണ്. അള്ളാഹു ഏകദൈവമാണെങ്കിൽ ആ അള്ളാഹുവിനെ ആരാധിക്കുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ളൊരു ഒരു സംഗതിയും കൂടെ സുഹൃത്ത് മനസ്സിലാക്കുക. അറബി ഭാഷയായത് ഒരു മനുഷ്യനാണ് ദൈവം തിരഞ്ഞെടുത്ത, അതുകൊണ്ട് അറബി ഭാഷ സംസാരിക്കേണ്ടി വന്ന അദ്ദേഹത്തിന്. അയാൾ അറബിയായിരുന്നു. ആ ഭാഷയിലാണ് ഖുർആൻ ഇറക്കിയത്. അതുപോലെ പരലോകത്തെ ദൈവസന്നിധിയിലും ഭാഷ ഖുർആൻ തന്നെയാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. നിങ്ങൾ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഏകനായ യഹോവയെ ആരാധിക്കാനാ. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമാണ് അത് ചെയ്യുന്നത്. മുസ്ലിങ്ങൾ മാത്രമാണ് അത് ചെയ്യുന്നത്, വേറെ ആരുമല്ല. പിന്നെ മുഹമ്മദ് നബിയുടെ വിവാഹത്തെയൊക്കെ കുറിച്ച് പറഞ്ഞ് 6 വയസ്സും 7 വയസ്സും അതിനെക്കുറിച്ച് ഇപ്പൊ ഇതിൽ പറയാൻ പറ്റില്ല, ഒരുപാട് സമയമായിപ്പോയി. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ.